മരണപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഒരാൾ മരിച്ചു എന്ന് ഉറപ്പായാൽ 6 കാര്യങ്ങൾ നാം ചെയ്യൽ സുന്നത്താണ്. മരണപ്പെട്ടു എന്ന് ഉറപ്പായാൽ ആദ്യമായി 2 കണ്ണുകളും അടച്ചു കൊടുക്കണം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് 2 കണ്ണും ഇങ്ങനെ അടച്ചു കൊടുക്കുക. കുറച്ചേരം ഇങ്ങനെ പിടിച്ചു വെച്ചാൽ ഇതങ്ങ് അടഞ്ഞു നിൽക്കും. മരിക്കുന്ന വ്യക്തികൾ റൂഹ് പോകുന്നതിനനുസരിച്ച് അവരുടെ കണ്ണുകൾ പിന്തുടരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോൾ മരണപ്പെട്ട ഉടനെ അബൂ സലമയുടെ കണ്ണ് ചിമ്മിക്കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ കാണുമ്പോൾ പേടിക്കാൻ ഇടവരുന്നത് കൊണ്ട് 2 കണ്ണുകളും മരിച്ച ഉടനെ അടച്ചു കൊടുക്കണമെന്ന് നബി തങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം വശുദ്ധ ലഹ്യാഹു, ഒരു നേർത്ത തുണിയെടുത്തിട്ട് താടി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, ഭർത്താവിലേക്ക് കെട്ടുക. അതും ഇതുപോലെ കാണുന്ന ആളുകൾക്ക് വികൃതമായി തോന്നാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലും ജന്തുക്കൾ, പ്രാണികൾ, പാറ്റകൾ പായയിലേക്ക് പോകാതിരിക്കാനും ഇത് നല്ലതാണ്. മരിച്ചാൽ ഏതൊരു മനുഷ്യൻ്റെയും താടി ഒന്ന് തൂങ്ങി നിൽക്കും, സ്വാഭാവികമാണ്. കാരണം പിന്നെ നിയന്ത്രണം വിട്ടുപോയല്ലോ, ശരീരത്തിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങിപ്പോയി, വാഹനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് വിധേനയും പിന്നീട് ശരീരം സഞ്ചരിക്കാം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലുകൾക്കുള്ള ഫലം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ മൂക്കിനുള്ള ഫലം നഷ്ടപ്പെടും. വലിപ്പമുള്ള മൂക്കുകാരാണെങ്കിൽ മൂക്കിന് ചെറിയ ഒരു ഒടിവുണ്ടാകും എന്നാണ്, ഒരു വളവ്, ഇത് ചാഞ്ഞിരിക്കും. മരിച്ചോ എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ചർമ്മം പിടിച്ചാൽ ഇങ്ങനെ നീളും. നല്ല കട്ടിയുള്ള ചർമ്മമാണെങ്കിൽ പോലും മരിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള അടയാളമായി ഫഖ്ഹാവ് പറയുന്നതാണ്. അതുപോലെ ഈ കയ്യിൻ്റെ കെണിപ്പ് ഇതിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. മുഅ്മിനീങ്ങളായ ആളുകൾ മരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരലും നെറ്റി വിയർക്കലും ഒക്കെ അതിൻ്റെ അടയാളമായി മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. മൂക്കിൻ്റെ ദ്വാരം വികസിക്കുക, കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുക, നെറ്റിത്തടം വിയർക്കുക, ഇതെല്ലാം മുഅ്മിനായ ആളുകൾ മരിക്കുന്നതിൻ്റെ അടയാളമാണ്. അപ്പോ ആത്മാവ് പോയാൽ ഉടനെ കണ്ണ് അടച്ചു കൊടുക്കുകയും പിന്നീട് താടി കെട്ടുകയും വേണം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വലുയ്യിന മഫാസിലു, അതിൻ്റെ കെണിപ്പുകളെല്ലാം മയപ്പെടുത്തുക എന്നുള്ളതാണ്. മരിച്ച ഉടനെ തന്നെ ആകുമ്പോൾ ശരീരത്തിൻ്റെ ആ ചൂട് പോയിട്ടുണ്ടാവില്ല. ആ ചൂട് പോകുന്നതിന് മുമ്പ് കെണിപ്പുകളൊക്കെ ഒന്ന് മയപ്പെടുത്തിയാൽ നമുക്ക് കുളിപ്പിക്കാൻ എളുപ്പമാകും. നമ്മളതൊന്നും ചെയ്യാതിരുന്നാൽ പിന്നെ ഒലക്ക വിഴുങ്ങിയ ആളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്ന് ഇങ്ങോട്ട് കിടത്താനോ അങ്ങോട്ട് കിടത്താനോ കുളിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ മരിച്ച ഉടനെ തന്നെ ആ ചൂടാകുന്നതിന് മുമ്പ് കെണിപ്പുകളെല്ലാം ഒന്ന് മയപ്പെടുത്തി കൊടുക്കുക. കൈകളൊക്കെ ഒന്ന് നടക്കുക, കാലുകളെല്ലാം ഒന്ന്
മടക്കി നിവർത്തി 2-3 പ്രാവശ്യം എല്ലാ വിരലുകളും അതുപോലെ മുട്ട് കാല് മൊത്തത്തിൽ വയറിലേക്ക് ഇങ്ങനെ മടക്കിക്കൊണ്ടുവരിക, എന്നിട്ട് നിർത്തുക. അങ്ങനെ ഏതെല്ലാം കെണിപ്പുകൾ നമുക്ക് മയപ്പെടുത്താനും കഴിഞ്ഞു, അതനുസരിച്ച് ആ രോഗിയെ നമുക്ക്, ആ മയ്യത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തൽ ആവശ്യമാണല്ലോ. എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഭാഗങ്ങളിൽ മുടി ജട പിടിച്ച് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ സേവ് ചെയ്ത് ആ ഭാഗം അതിൽ നിന്നും മാറ്റി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിയെന്ന് ഉറപ്പാക്കണമെന്ന് ഫഖഹാവ് പറയുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾക്ക് നമ്മൾ തയമ്മം ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത തുന്നിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വെള്ളം എത്തിക്കാൻ കഴിയില്ല. ഇപ്പൊ വയറാണ് കീറിയതെങ്കിൽ പിന്നീട് അതിനെ തുന്നുമ്പോൾ അതിന്റെ നല്ല മാംസളമായ ഭാഗങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവിടെ വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല എന്ന കാരണം കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത എല്ലാ മയ്യത്തും തയമ്മം ചെയ്യണം എന്ന് പറയുന്നത്. പറഞ്ഞുകൊണ്ടുവരുന്നത് കുളിയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലായിടങ്ങളിലേക്കും വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്താൻ ആ മയ്യത്തിൻ്റെ അവയവങ്ങളെല്ലാം സുതാര്യമായി നിവർത്താനും മടക്കാനും ഒക്കെ കഴിയണം. ഇപ്പൊ മരിച്ച ഉടനെ തന്നെ ഈ കെണിപ്പുകളെല്ലാം മയപ്പെടുത്തിയാൽ മയ്യത്തെ എടുത്ത് കിടത്താനും കുളിപ്പിക്കാനും ഒക്കെ വളരെ സുതാര്യമാകും. അതുകൊണ്ട് കണ്ണ് ചിമ്മിച്ച് താടി കെട്ടി പിന്നെ കെണിപ്പുകൾ മയപ്പെടുത്തുക. 4-ാമത്തെ കാര്യം, അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ ഊരണം. എന്നിട്ട് നേർത്ത വസ്ത്രങ്ങൾ കൊണ്ട് മയ്യത്തിനെ ആകെ മൂടണം. ചിലപ്പോൾ ഒരു പക്ഷേ മയ്യത്തുകൾ മൂത്രിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാഷ്ടിക്കാൻ സാധ്യതയുണ്ട്. രോഗികളാണെങ്കിൽ ചിലപ്പോൾ ഞരമ്പുകൾ പൊട്ടി രക്തം വരാൻ സാധ്യതയുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അഴുക്കുകൾ ഉണ്ടാകാം, നരസുകൾ ഉണ്ടാകാം, രക്തങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ധരിച്ച ആ വസ്ത്രത്തെ അഴിച്ചിട്ട് അതിൽ മാറ്റി നല്ല ഒരു വസ്ത്രം, നേരിയതായ ഒരു വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മൂടണം. മൂടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൽഭാഗത്തുള്ള തുണി കാലിന്റെ അടിയിലും മേൽഭാഗത്തുള്ള തുണി തലക്കു താഴെയുമായി ബാക്കിയുള്ള ഭാഗം ചുറ്റിവെക്കലും സുന്നത്തുണ്ട്. ഒരു മുണ്ടിങ്ങനെ ഇട്ടിട്ട് അങ്ങ് വെച്ചാൽ പോരാ. അതിൽ കാറ്റടിച്ചാൽ പോലും പറന്നു പോകാത്ത വിധത്തിൽ, മറ്റു പ്രാണികൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ തലയുടെ അടിയിലും കാൽഭാഗത്തുമായി അതിനെ ചുറ്റിവെക്കൽ സുന്നത്താണ്. കിടത്തുമ്പോൾ കട്ടിലക്ക് മേലെ ഓപ്പണായിട്ട് കിടത്തണം. വേറെ വസ്ത്രങ്ങളൊന്നും ഇതിൻ്റെ ഈ കട്ടിലയുടെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല, പായ ഉണ്ടാകാൻ പാടില്ല, വിരിപ്പുണ്ടാകാൻ പാടില്ല. നേരെ മയ്യത്ത് അങ്ങനെ കിടത്തുകയാണ് സുന്നത്ത്. അങ്ങനല്ലേ ശരി? സീറ്റ് വിരിക്കേണ്ടാകും. നേരെ മയ്യത്ത് കട്ടിലയിൽ മയ്യത്ത് കിടത്തുകയാണ് വേണ്ടത്. പിന്നെ പഴയ വസ്ത്രങ്ങൾ മാറ്റുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ചിലയിടത്തൊക്കെ ആ വസ്ത്രങ്ങൾ കീറി പൊളിച്ച്, അതിനൊന്നും ആവശ്യമില്ല, വളരെ സുതാര്യമായിട്ട് അതങ്ങ് എടുത്താൽ മതിയല്ലോ. ചിലപ്പോൾ ചില ആഭരണങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വെട്ടിയെടുക്കേണ്ടി വരും. വെപ്പുകല്ലുകളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അത് മയ്യത്തിന്റെ ഭാഗമാണ്. വാച്ചുകൾ അഴിക്കണം, ആഭരണങ്ങൾ അഴിച്ചു വെക്കണം,
അതുപോലെ പഴയ വസ്ത്രങ്ങൾ കീറാതെ തന്നെ അത് അഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ കാര്യം ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്ത് സ്വത്തും അത് അനന്തരാവകാശികളുടെ മുതലാണ്. അപ്പോൾ അവരുടെ സമ്മതമില്ലാതെ ആ മയ്യത്ത് ധരിച്ച പാന്റോ ഷർട്ടോ സത്യത്തിൽ കീറാൻ പാടില്ല, തെറ്റാണ്. പിന്നെ ആള് മരിച്ചാൽ പിന്നെ അത് മൂപ്പരുതല്ലല്ലോ, അത് ബാക്കിയുള്ളവരുതാണല്ലോ. അതുപോലെ സമ്മതമില്ലാതെ അതങ്ങോട്ട് പറിച്ച് ചീന്തലെങ്ങനെയാണ്? അതാണല്ലോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഫത്വ ചോദിച്ചത്. നീ നിന്റെ വാപ്പന്റെ വീട്ടിലേക്ക് പോയാൽ നീ 3 തൊലാക്കൂടെയവളാണ് എന്ന് പറഞ്ഞു ഒരാൾ. പക്ഷെ ബാപ്പ മരിച്ചപ്പോ തൊലാക്ക് നോക്കിയിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച പെണ്ണെന്ത് ചെയ്തു? പോയി. എല്ലാം കഴിഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത്, പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നില്ല, ഇപ്പൊ ഞാൻ എന്തായി തൊലാഖായ. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തൊലാഖാവൂല, ബാപ്പാന്റെ വീട്ടിലേക്ക് പോയാലെന്നല്ലേ പറഞ്ഞേ. മരിച്ചപ്പോ പിന്നെ ബാപ്പാന്റെ വീടല്ലേ, നിങ്ങളെ വീടായില്ല. അപ്പോ ബാപ്പ മരണപ്പെട്ടതോടുകൂടെ അത് പാന്റായാലും ഷർട്ടായാലും വാച്ചായാലും എന്ത് കാര്യങ്ങളും പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം അത് പിന്നെ അനന്തരാവകാശികൾക്കുള്ളതാണ്. അതുകൊണ്ട് പരമാവധി അത് കേടുവരുത്താതെ തന്നെ അഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭാരമുള്ള എന്തെങ്കിലും ഒരു വസ്തു വയറ്റത്ത് വെക്കണം, സുന്നത്താണ്. അത് വേണമെങ്കിൽ തുണിയുടെ അടിയിലും വെക്കാം, മേലെയും വെക്കാം. മേലെ വെക്കുന്നതാണ് നല്ലത് എന്ന് ഫുഖഹാവ് പറയുന്നു. സാധാരണ കണ്ടുവരുന്നത് താഴെയാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ വായു ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ചെറിയ ഒരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി വയറിൻ്റെ മുകളിൽ ഒരു ചെറിയ ഭാരം, ഒരു 600 ഗ്രാം ഭാരമുള്ള ഏകദേശം ഒരു ഇരുമ്പിൻ്റെ കട്ടി അല്ലെങ്കിൽ കളിമണ്ണ് ഉരുട്ടിയത്, ഇത് രണ്ടുമാണ് ഫുഖഹാവ് പറയുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ കൂട്ടണമൊക്കെ ഉള്ളു അല്ലേ? കല്യാണമൊക്കെ വെക്കും. നമ്മളവിടെയൊക്കെ ഇരുമ്പിൻ്റെ കൂട്ടാണ് സാധാരണ വെക്കുന്നത്. അത് വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെ ഒരു ഭാരമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ മണ്ണ് അത് വെക്കാം. ഇപ്പൊ ചെറിയ ഒരു പ്രതിരോധം ഉണ്ടാകുമ്പോൾ പിന്നെ ഉള്ളിലേക്ക് വായു കയറുകയില്ല. അല്ലെങ്കിൽ വായു ഇങ്ങനെ കയറി വയറൊക്കെ നല്ലവണ്ണം വീർത്ത് കാണുന്ന ആളുകൾക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടാവും. അതുകൊണ്ട് അതാണ് പിന്നീട് ചെയ്യേണ്ട കാര്യം. അത് ഒരു വിരിപ്പുമില്ലാതെ കട്ടിലയുടെ മുകളിൽ കിടത്തുക, അതാണ് സുന്നത്ത്. അതുപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യാത്ത ഒരു കാര്യം കൂടിയുണ്ട്. മയ്യത്തിന് ഒരു തലയിണ വെച്ചു കൊടുക്കണമെന്നാണ് ഒരു തുണി ചുറ്റിയിട്ട് എന്ത് ചെയ്യണം? ഒരു തലയിണ വെച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന തലയിണ വേണ്ട, ഒരു തുണി കൊണ്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് തരിക ഉണ്ടാക്കുമല്ലോ നമ്മൾ. അതിങ്ങനെ തലക്ക് വെച്ച് കൊടുത്തിട്ട് മയ്യത്ത് ഇങ്ങനെ കിബില മുന്നിടുന്ന വിധത്തിലാവണം. ഇപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ആകാശത്തേക്കല്ല പോകണം മുഖം. അപ്പൊ മയ്യത്ത് കിബിലയിലേക്ക് തിരിച്ച് കിടക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ചെരിവ്, തലക്ക് താഴെ ചെറിയ ഒരു കട്ടി ഉണ്ടാകണം. അത് കിടത്താൻ അതിന് സാധിക്കുന്നില്ലല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, കിടക്കുകയാണെങ്കിൽ അതാണ് കിടത്തേണ്ടത് യഥാർത്ഥത്തിൽ. ഇമാം റളിയല്ലാഹു അൻഹു മയ്യത്തിനെ കിബിലയിലേക്ക് മുന്നിടിക്കുക എന്ന് പറയുന്നിടത്ത് 3 രൂപം പറഞ്ഞു. ഒന്നിരിക്കൽ ഇങ്ങനെ ചരിച്ച് തലഭാഗം വടക്കാക്കിയിട്ട് കിടത്തുക, ഖബറിൽ കിടത്തുന്ന പോലെ. അല്ലെങ്കിൽ നേരെ ഉട്ടായിട്ട് കിടക്കുക ഇടത് ഭാഗത്തേക്ക്. ഇടത് ഭാഗത്തിൻ്റെ മേലിൽ തല തെക്കോട്ടും കാല് വടക്കോട്ടും ആക്കിയിട്ട് ചരിച്ച് കിടത്തുക. 3ാമത്തെ രൂപമാണ് എന്ത്? നമ്മളിപ്പോൾ കിടത്തുന്നത് പോലെ ഫുഖഹാവ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും
പണ്ട് കാലം മുതൽക്കേ ലോക മുസ്ലിമീങ്ങളുടെ അമല് ഇതുപോലെയാണ് എന്നും ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ പ്രവർത്തനം ലോക ജനത ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അമല് അതും ഒരു കൂടുതൽ ഫലം നൽകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ രൂപമായിട്ടാണെങ്കിൽ പോലും ലോക മുസ്ലിമീങ്ങൾ ഇന്ന് അത് ആ വഴിയെ പിന്തുടരുന്നത് എന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രമാണമാണ് എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ രോഗിയായാലും മരിച്ച ആളെന്നെയാണെങ്കിലും ചരിച്ചു കിടത്താൻ കഴിയില്ല. അതാ ഒന്നിലും ഇങ്ങോട്ട് വീണുപോകും, അല്ലെങ്കിൽ അങ്ങോട്ട് വീണുപോകും. ഇതിന് ആണിയൊക്കെ അടിച്ച് കമ്പിയൊക്കെ ഇട്ട് കെട്ടേണ്ടത് അതൊന്നിപ്പോൾ നടക്കാൻ പോകുന്ന കേസല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സുതാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പൊ ഇതേ ഉള്ളൂ. കിബിലയിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ച് കാൽപാതയും വച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പൊ മുഖം കിബിലയിലേക്ക് ആകുന്നതിന് വേണ്ടി ചെറിയ എന്തെങ്കിലും ഒരു സാധനം തലയ്ക്ക് താഴെ വെക്കൽ സുന്നത്താണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അതാ ഫുഖഹാ പറയുന്നു മുവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കിടത്തുക എന്ന് പറയുന്നിടത്ത് പ്രത്യേകമായി പറയുന്നുണ്ട് തലയുടെ അടിയിലായി എന്തെങ്കിലും ഒരു സാധനം വെച്ചു കൊടുക്കണം. ഫയൂദഉ തഹ്ത റഅസിഹി നഹവ മിഖദ്ദത്തിൻ വഅലൈഹി അമലുൻ നാസ്, തലക്കു താഴെ ചെറിയ ഒരു തലയിണ വെച്ചു കൊടുത്തിട്ട് ഖിബ്ലയിലേക്ക് ഇങ്ങനെ ചരിച്ചു കിടത്തണം. എവിടെങ്കിലും പോയിപ്പോൾ നമുക്കത് അഭിപ്രായം പറയാനൊന്നും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. ഇവിടെ അങ്ങനെയായിരുന്നല്ലോ, ഇവിടെ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് പറയുന്നതിന് പകരം കാര്യങ്ങൾ പഠിച്ച് പ്രിപ്പയർഡ് ആയാൽ നമുക്ക് തന്നെ അത് ചെയ്യാം. ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചെന്നാൽ ഉടൻ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ഇതായിരിക്കാം. മനുഷ്യന്റെ കാര്യമില്ല, ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഇങ്ങനെ വേണം. ഫസ്റ്റായി ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. കൈ കെട്ടുന്ന കാര്യം അവിടെ രണ്ട് രൂപവും സ്വീകരിക്കാം. കൈ കെട്ടുകയും ചെയ്യാം, അല്ലെങ്കിൽ നിവർത്തി ഇങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം. ഒന്നല്ല കെട്ടേണ്ടത്, കെട്ടണമെങ്കിൽ രണ്ടും കെട്ടുക. കൈ കെട്ടാനൊക്കെ നമ്മൾ പറ്റണമെങ്കിൽ മരിച്ച സമയത്ത് നമ്മളവിടെ വേണം, അപ്പോഴേ കൈയൊക്കെ ആയാസമായിട്ട് കിട്ടുള്ളൂ. ഈ കൈ കെട്ടുന്നത് പൊതുവെ ഈ ഭാഗത്താണ് നമ്മൾ കൂടുതൽ കാണുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇങ്ങനെ തൂക്കിയിടാറാണ് പതിവ്. ഈ കെട്ടുന്നതോടും വിരോധമില്ല, രണ്ടും നല്ലത് തന്നെയെന്ന് ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു പറയുന്നു. കെട്ടിയാലും കുഴപ്പമില്ല, തൂക്കിയിട്ടാലും കുഴപ്പമില്ല. ഒന്നൊന്നിനേക്കാൾ നല്ലത് എന്ന് പറയാനില്ല, രണ്ടും നല്ലത് തന്നെ. എന്നാൽ ആ മയ്യത്തിനെ കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതനുസരിച്ച്. കെട്ടൽ സുതാര്യമാവെങ്കിൽ കെട്ടാം, ഇല്ല കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നിവർത്തി വെക്കാം, രണ്ടും ചെയ്യാം. അതിൽ പ്രത്യേകമായ ഒരു സുന്നത്ത് എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. രണ്ടും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ നാടുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു ആഭാസകരം എന്താന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ വയ്യ. ആണും പെണ്ണും എല്ലാം ഒരുപോലെ മയ്യത്ത് വന്ന് കാണുന്നു എന്നതാണ്. ജനങ്ങളെ വിചാരം മയ്യത്ത് കാണുക വലിയ പുണ്യമുള്ള കാര്യമാണെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. ജീവിതകാലത്ത് ആരൊക്കെ കാണാൻ പറ്റും, അവര് മാത്രമേ മരിച്ചാലും കാണാൻ പറ്റുള്ളൂ. എൻ്റെ അയൽവാസി പെണ്ണിനെ ഞാൻ കാണലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതകാലത്ത് എൻ്റെ അയൽവാസിനെ ഞാൻ കാണലുണ്ടായിരുന്നു, മരിച്ചതെങ്കിൽ കാണാം എന്നല്ല എൻ്റെ അർത്ഥം. ജീവിതകാലത്ത് അയൽവാസി പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അന്യ പെണ്ണല്ലേ. എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ എനിക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. അതാണ് നിയമം, ഷറൈന്റെ നിയമമാണ് ഞാൻ പറയുന്നത്, നാട്ടിലെ നിയമമല്ല. എൻ്റെ അനിയന്റെ ഭാര്യയെ എനിക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. അത് ജീവിതകാലത്ത് പറ്റൂല, നാം മരണത്തിന് ശേഷവും പറ്റൂല.
ഇതിപ്പോ ഇങ്ങനെ ഈ ലോട്ടറി വെക്കണം, വലുതാ മയ്യത്തെടുക്കണം, വന്നോളി കണ്ടോളി ഇഞ്ഞാരെങ്കിലുണ്ടോ അത് എടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് എന്തോ ഒരു ആഭാസകരാണ്. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കാണാം. അതന്നെ ആണുങ്ങൾക്ക് ആണുങ്ങളെ, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ. ആണുങ്ങൾ പെണ്ണുങ്ങളെയും കാണാൻ പാടില്ല, പെണ്ണുങ്ങൾ ആണുങ്ങളെയും കാണാൻ പാടില്ല, അന്യരാണ്. ചില ആളുകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഹജറുൽ അസ്വദ് എല്ലാം മുത്തുന്ന മാതിരി വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് വരും, പിന്നെയും നോക്കും. എന്തിനാ ഇതിന്റെ ആവശ്യം? അങ്ങനെ സുന്നത്തില്ല. അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണല്ലോ നമ്മൾ പിന്തുടരേണ്ടത്. ആണുങ്ങളായ ആളുകളെ ആണുങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അത്രയേ ഉള്ളൂ. മയ്യത്ത് കാണൽ സുന്നത്താണെന്ന് എവിടെയും പറയുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മരിച്ചോടത്ത് ചെല്ലുക, ഖുർആൻ ഓതുക, അത് ഹദിയ ചെയ്യുക. അതാണ് ആ മരിച്ച വ്യക്തിയുമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. മരിച്ച വീട്ടിൽ ചെല്ലുക, എത്രത്തോളം അത് ഖുർആൻ ഓതാൻ പറ്റും, സ്വലാത്തെല്ലാം പറ്റും, ദിക്റെല്ലാം പറ്റും. ആ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് മയ്യത്തിന് ഹദിയ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. പള്ളിയിൽ നിന്ന് എവിടുന്നാലും തന്നെ നിന്നു. എന്നിട്ട് കാണാത്ത ആളുകൾ, ഇനി കുറച്ച് പെണ്ണുങ്ങളുണ്ട്, ഇങ്ങോട്ട് വരെ. എന്തൊരു തമാശ! നമുക്ക് ഇവിടെ ഉള്ളൂട്ടോ, നമ്മുടെ മലപ്പുറത്തൊന്നുമില്ല. ഇപ്പൊ പെണ്ണുങ്ങൾ പള്ളിയിലും വരാൻ തുടങ്ങിയത് മയ്യത്ത് കാണാൻ പോയി. അതൊക്കെ നമ്മൾ തൻ്റെ ഇടത്തോടു കൂടെ എന്ത് ചെയ്യണം? ഇടപെടണം. നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ നിങ്ങളങ്ങ് എഴുതി വെച്ച് നോക്കി, അന്യ സ്ത്രീകൾ, അന്യ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഒരു ബോർഡങ്ങ് എഴുതി വെക്കണം. സ്ത്രീയാണ് മരിച്ചതെങ്കിൽ അന്യ പുരുഷന്മാർ മയ്യത്ത് കാണരുത്. ഒരു ബോർഡ് എഴുതി വെക്കണം അവിടെ, കടത്തരുത്. മയ്യത്തുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഇരിക്കണം. അത് ഉമ്മ പറഞ്ഞു, എൻ്റെ മയ്യത്ത് അന്യ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കരുത്, അതുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് പറയാം. ഒരു 10 വീടുകളിൽ അങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി, പിന്നെ അതങ്ങ് ശരിയാവും. ഇത് കാരണം ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരും പള്ളി കമ്മിറ്റിക്കാരും 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളും പള്ളിയിൽ പോകുന്നവരും ഒക്കെ ഇങ്ങനെ വന്നോളി എടുക്കാൻ പോവാണ് മയ്യത്തിരിക്കണം, ബാക്കിയുള്ളവർ വരി. ഈ ലോട്ടറി വിളിച്ചു വരുന്നവർ ഇങ്ങനെ പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഭയങ്കര മോശമല്ലേ ഇത്? ചില വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ലജ്ജ തോന്നിപ്പോകും. നമ്മളിങ്ങനെ മയ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കും, ഒരു ആഗ്രഹത്തും മറക്കാത്ത കുറേ പെണ്ണുങ്ങൾ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കും, അങ്ങോട്ടും നമ്മളെന്താ പോണത്? വരക്കാൻ പോവാണ്. നമ്മൾ ഒരു മയ്യത്തിനെ കുറിച്ച് പറയണ്ട, നാട്ടിലെ മൊത്തം അവസ്ഥയാണ് ഈ പറയുന്നത്. എല്ലായിടത്തും ഇതുപോലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ ഒരു ബോർഡം എഴുതി വെക്കുക. പെണ്ണ് മരിച്ചാൽ അവിടെ എഴുതണം, അന്യ പുരുഷന്മാർ മയ്യത്ത് കാണരുത്. ഒരു പുരുഷൻ മരിച്ചാൽ അവിടെ ബോർഡ് വെക്കണം, അന്യ സ്ത്രീകൾ മയ്യത്ത് കാണരുത്. അങ്ങനെ ഒരു 10 സ്ഥലത്തുകൾ വെച്ച് വെക്കും. പിന്നെ അതൊരു ചർച്ചയാവും, പിന്നെ അത് ചോദ്യമാവും, പിന്നെ മറുപടിയാവും, പിന്നെ സമൂഹത്തിനത് പബ്ലിക്കായിട്ട് അറിയുന്ന ഒരു നിയമമാവും. ഇപ്പൊ ജനങ്ങളെ വിചാരം എന്താണെന്നറിയാം? യഥാർത്ഥത്തിൽ ഇത് വന്നത് രാഷ്ട്രീയക്കാരിൽ നിന്നാണ്. ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചാൽ 10 മണിക്ക് കൊല്ലത്ത്, പിന്നെ 1 മണിക്ക് ആലപ്പുഴയിലും, 4 മണിക്ക് എറണാകുളത്ത്, പിന്നെ 7 മണിക്ക് മലപ്പുറത്ത്, പിന്നെ 10 മണിക്ക് കണ്ണൂരിൽ, പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കാസർഗോഡ്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ ഒരു വ്യാപകമായ ഒരു സമ്പ്രദായം വന്നപ്പോൾ അതിങ്ങനെ ജനങ്ങൾ നമ്മുടെ വീടുകളിലേക്കും നഗരങ്ങളിലേക്കും എല്ലാം കയറാൻ തുടങ്ങി. സംഗതിയേ ഇല്ല. പ്രോത്സാഹനം ഇല്ല എന്നല്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തത്.
മയ്യത്ത് കണ്ടാൽ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മറവി ഉണ്ടാകുമെന്ന് പറയുന്നു സഹാബി. ചില സൂഫി കിതാബുകളിലൊക്കെ അങ്ങനെ പരാമർശമുണ്ട്. നമ്മുടെ വാപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ്, നമ്മുടെ ബന്ധപ്പെട്ടവരാണ്, അവർക്കൊക്കെ കാണാം, നോക്കാം. അല്ലാതെ നമ്മുടെ അയൽവാസിയാണെങ്കിൽ പോലും കാണണം, അത് സുന്നത്താണ് എന്ന ഒരു പരാമർശം ആണുങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആണായ ഒരാൾ മരിച്ചാൽ ആണ് കാണുന്നിടത്ത് തന്നെ സുന്നത്താണെന്ന് എവിടെയും പറയുന്നില്ല. ഇതിന് പുതിയ മസാല എന്നല്ല, വീഡിയോ മുമ്പിൽ വെച്ചല്ലേ ഞാൻ ഈ പറയുന്നത്. ലോകത്തെ ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഒരു തെറ്റായ ആചാരം നമ്മൾ ആളുകളെല്ലാവരും ഇടപെട്ടത് ഒഴിവാക്കണം. ആ വിവരമുള്ള 4 സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ പിന്നീട് അതങ്ങ് റെഡിയായി. ഇൻഷാ അല്ലാഹ് നടപ്പിലാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.